ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫൗണ്ടേഷൻസാണ് കേട്ടോ. ഞാൻ നോർമലി ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് കൂടി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് അന്ന് ഞാൻ മേക്കപ്പിന് യൂസ് ചെയ്ത ഒരു ഫൗണ്ടേഷൻ, ക്ലിനിക്കിൻ്റെ. ഇത് ഡിയോറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇത് നമ്പർ 7 ഒരു ഫൗണ്ടേഷനാണ്. ഇതും നമ്പർ 7 ഒരു ഫൗണ്ടേഷനാണ്. ഇതും നമ്പർ 7 ഒരു ഫൗണ്ടേഷനാണ്. ഇത് ഷഹനാസിൻ്റെതാണ്. ഇത് ഒരെണ്ണം മാത്രമേ എൻ്റെ കൈവശം ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചത് ഉള്ളൂ. ഇത് നോർമലി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നൈറ്റ് ടൈമിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. നൈറ്റ് ടൈമിലെ മേക്കപ്പിന് ഇത് വളരെ നല്ലതാണ്. ക്ലിനിക്ക് ഞാൻ കൂടുതലും ഡേ ടൈമിനും വീഡിയോയ്ക്കൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗ് ചെയ്യാൻ യൂസ് ചെയ്യും. ഡിയോറ് നോർമലി ഞാൻ വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണിത്. പിന്നെ നമ്പർ 7 ഒരു ഡെയിലി വെയർ ഫൗണ്ടേഷനാണ്. എന്നും ഇടാറില്ല, ഞാൻ വ്ലോഗ് പിടിക്കുമ്പോൾ മാത്രമാണ് നോർമലി മേക്കപ്പ് ചെയ്യുന്നത്. അത് തന്നെയും വ്ലോഗ് പിടിച്ച് കഴിഞ്ഞാൽ അത് കഴുകി കളയുകയും ചെയ്യും. കൂടുതൽ നേരം ഞാൻ ഇട്ടിരിക്കില്ല. ഇതും നമ്പർ 7 ഒരു ഫൗണ്ടേഷനാണ്. ഇത് ഒരു സെറ്റ് ഫൗണ്ടേഷനാണ്. ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റ് ഫൗണ്ടേഷനാണ്. ഇതും കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ പാർട്ടിക്കും മറ്റോ ഉള്ള സ്ഥലത്തൊക്കെ പോവുകയാണ്, കുറച്ച് സമയം നമ്മളുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മേക്കപ്പ് ഹോൾഡർ സ്പ്രേ ചെയ്താൽ മതിയാകും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേയോട്, ഞങ്ങളുടെ സ്കിൻ ടോണിനും നമ്മളുടെ സ്കിന്നിനും, അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിപ്പോൾ ഒരുപാട് പിമ്പിൾസൊക്കെ ഉള്ളതാണ്, ഒരുപാട് ഓയിലിയൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഒന്ന് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം കേട്ടോ. കൗണ്ടറിൽ ചോദിച്ചാൽ ആ കുട്ടികളെല്ലാം നമുക്ക് നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ നമ്മൾ ദിവസവും ഫൗണ്ടേഷനൊന്നും നമുക്ക് വീട്ടമ്മമാർക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. വല്ല ഫങ്ഷനിലോ അല്ലെങ്കിൽ ബ്ലോഗുകൾ പിടിക്കുമ്പോഴോ പുറത്ത് പോകുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് മേക്കപ്പ് ഞങ്ങൾ ഇട്ടാലും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് തുടച്ച് മാറ്റുക. ഒരു ട്രേസ് പോലും മുഖത്ത് വെച്ചേക്കാതിരിക്കുക. ഈ പറഞ്ഞതുപോലെ നമുക്ക് മേക്കപ്പ് റിമൂവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തത് എൻ്റെ ഫൗണ്ടേഷൻ കളക്ഷനെ കുറിച്ചുള്ള ഒരു വ്ലോഗായിരുന്നു. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye.